ഹലോ, നമസ്കാരം. ഇന്നത്തെ കുട്ടികളെ എന്താലേ വല്ലാത്ത സംഭവം തന്നെ. നമ്മളെ കുട്ടികൾക്കൊന്നും ഇപ്പോഴത്തെ രക്ഷിതാക്കളുടെ കഷ്ടപ്പാടൊന്നും അറിയില്ലല്ലേ, കഷ്ടപ്പാടിൻ്റെ വില അറിയില്ലല്ലേ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പാട് അവരോട് പറയുമ്പോൾ നമ്മളിപ്പോൾ അവരോട് പറയുകയാണ്, അച്ഛനൊക്കെ പണ്ട് 10 കിലോമീറ്റർ നടന്നിട്ടാണ് പോയിട്ടാണ് സ്കൂളിൽ പോയിരുന്നതെന്ന് പറയുമ്പോൾ അവർ നമ്മൾ കളിയാക്കാറുണ്ടോ? ഇപ്പോഴത്തെ ജനറേഷനെ ഇതൊന്നും പറ്റില്ല, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവരോട് പറയേണ്ട രീതി മാറ്റി പിടിക്കണം. അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും. 10 കിലോമീറ്റർ നടന്നു പോയ സമയത്ത് ഓട്ടോറിക്ഷ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കളിയാക്കും അല്ലേ. ഓട്ടോറിക്ഷ അല്ലെങ്കിൽ സൈക്കിളിൽ നിന്ന് പോകാൻ പറ്റില്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് മറുപടി കൊടുക്കും? അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നിനും വില അറിയില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും വല്ലാതെ വർക്കാവണില്ല. സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊന്നും വർക്കാവണില്ല ഇപ്പോൾ. അപ്പോൾ നമ്മളെ കഷ്ടപ്പാട് അവരെ അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ സങ്കടപ്പെടുത്താനല്ല, പിന്നെ എന്തിനാ, മറിച്ച് അവരെ ജീവിതത്തിന് പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് ആ ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ അടുത്ത് നിന്ന് വേണ്ടത്. ആ ബോധ്യപ്പെടുത്തൽ വേണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ വളരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലെ യൂട്യൂബിലേക്ക് ഗ്ലാമർ ലോകം കണ്ടാണ് എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ കാലത്ത് ഒന്നിനു വേണ്ടി കാത്തിരിക്കാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ മാതാപിതാക്കളുടെ അധ്വാനത്തിൻ്റെ മൂല്യം അവർക്ക് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങൾ, റിയൽ വേൾഡ് മനസ്സിലാവും. ഏതൊരു പണം വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാകുന്ന സംഭവമല്ലെന്നും ഇതിന് പിന്നിലൊരു നിശ്ചിത മണിക്കൂർ അധ്വാനമുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. അതുപോലെ ഇതൊരു ത്യാഗമായിട്ട് അവതരിപ്പിക്കല്ല വേണ്ടത്. കുട്ടികളോട് പറയേണ്ടത് ഇത് നമ്മുടെ ലിമിറ്റേഷനെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ട. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, ഒരു കുട്ടി ഒരു വില കൂടിയ മൊബൈൽ ഫോൺ വേണമെന്ന് പറയുകയാണെങ്കിൽ വാങ്ങി തരില്ല എന്ന് പറയുന്നതിന് പകരം ആ ഫോണിൻ്റെ വിലയും ആ മാസത്തിലെ വരുമാനവും കണക്ക് അവർക്ക്, അതിൻ്റെ രണ്ടിനെയും കണക്ക് അവർക്ക് വിശദീകരിച്ച് കൊടുക്കുക. ഇതിനാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയും. അപ്പോൾ അവർക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരെ ഉപദേശിക്കുന്നതിന് പകരം നമുക്ക് അവരോട് കാര്യകാരണ സഹിതമുള്ള ഒരു വിശദീകരണം കൊടുക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് പറയേണ്ടോടത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ നിന്നെ ഓറ്റാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നു, വളരെ നരകിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ വേർഡുകളൊന്നും നമ്മൾ കുട്ടികളോട് യൂസ് ചെയ്യാൻ പാടില്ല. അത് വേർഡുകൾ യൂസ് ചെയ്താൽ അവരെ സുരക്ഷിതത്വ ബോധമില്ലായ്മ, കുറ്റപ്പെടുത്തലുണ്ടായി കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും.